ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ ഈവനിങ് ആണ് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായത്. നമ്മൾ പോകുന്ന വഴിക്ക് ഗണേശൻ്റെ ഒരു വിഗ്രഹം വെച്ചിട്ട് അവിടെ അതിൻ്റെ പാട്ടും ഡാൻസും അങ്ങനെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. ഈ ദസറയോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു അമ്പലത്തേക്കാണ് ഞങ്ങൾ ആദ്യം ലൊക്കേഷൻ ഇട്ട് പോയത്. പക്ഷേ അവിടെ ചെന്നു ആ അമ്പലം പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോൾ തന്നെ. പക്ഷേ ആ അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ വേറൊരു അമ്പലത്തിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ നാട്ടിലത്തേക്ക് അമ്പലത്തിനെ അപേക്ഷിച്ചിട്ട് നല്ല വ്യത്യാസമാണ് കേട്ടോ ഇവിടുത്തെ അമ്പലങ്ങളും അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ അമ്പലത്തേക്കാണ് നമ്മൾ വന്നത്. സിറ്റിത്തെ തിരക്കൊക്കെ മാറി നല്ല ഒരു ഭംഗിയുള്ള കാമായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഈ അമ്പലം. നോർത്ത് ഇന്ത്യൻ അമ്പലമാണ് തോന്നുന്നുണ്ട്. രാധയും കൃഷ്ണനും ആയിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ നമ്മളവിടെ ചെന്നു. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. ആ ഈവനിങ്ങിലത്തെ സൺലൈറ്റും ഈ അമ്പലവും എല്ലാം കൂടെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ അവിടെ കയറി തൊഴുതു. അവിടുത്തെ പ്രസാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കണ്ടായിരുന്നു മെയിനായിട്ട് അവിടെ നിന്ന് അവർ തന്നത്. അമ്പലത്തിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ വൈറ്റ് മാർബിൾ ഇല്ലേ, അതുകൊണ്ടായിരുന്നു കേട്ടോ. സോ അവിടെ നടക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഒരു കൂളിംഗ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലത്തിൽ പോയി തൊഴുതത് നല്ലൊരു ബ്ലിസ്ഫുൾ ഫീലിംഗ് ആയിരുന്നു എല്ലാം കൊണ്ടും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴി ചായ നമുക്ക് മസ്റ്റാണല്ലോ. അപ്പം ഞങ്ങൾ അവിടെ ഒരു വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. എൻ്റെ ചേട്ടനും ഞാനും ഞങ്ങൾ ഗോസിപ്പ് പാർട്ട്നേഴ്സാണ്. സോ നമ്മുടെ അങ്ങനത്തെ വർത്തമാനമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു പനിയാരം ഓർഡർ ചെയ്തു, അതും കൂടെ കഴിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.